ഹലോ. അതെ, ഇന്ന് ഡേ 3 ആണ്. നമ്മളുടെ വീഡിയോ ചെയ്യുന്നതിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഡേ 3 ആണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാജിക്കൽ റിലേഷൻഷിപ്പ്. കേൾക്കാൻ തന്നെ എന്തൊരു ഭംഗിയുള്ളൊരു വാക്കാണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് മാജിക്കൽ റിലേഷൻഷിപ്പ്. നമ്മളുടെ ബന്ധങ്ങൾ ദൃഢമാക്കാനായിട്ട് ഒരൊറ്റ കാര്യം വേണ്ടു. എന്താണെന്ന് നിങ്ങൾക്കറിയോ? പണമാണോ? അല്ല. പിന്നെന്താ വേണ്ടത്? ആരോഗ്യമാണോ? അല്ല, അതുമല്ല. ആരോഗ്യവും പണമൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് സ്നേഹം. നമുക്ക് ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിന് എല്ലാവരും എന്ത് ചെയ്യുക? സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. പരമാവധി നമ്മൾ ഇങ്ങോട്ടൊന്നും വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, പലതും നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ച് നോക്കിയേ. നമുക്ക് സ്നേഹം കൊടുക്കുന്നത് മുഴുവൻ എന്താണ്, കണ്ടീഷണലായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മളെ മക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ സ്നേഹം കൊടുക്കും. പകരം ഒന്നും പ്രതീക്ഷിക്കാതെ നിരുപാധികം സ്നേഹം മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമുക്ക് അവരെന്ത് തന്നെ ചെയ്തു തന്നില്ലെങ്കിലും തിരിച്ച് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര പണത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാലും ഒരിക്കൽ, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലരുടെയും മരണം കാണാനിടയായിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ പരിചയത്തിലുള്ള ആളുകളും. ഇവരൊന്നും ഈ അവസാനം, അത് പ്രായമായവരും ആവാത്തവരും പല പ്രായഭേദമന്യേ പലരുടെയും മരണം കാണാനിടയായിട്ടുണ്ട്. ആ സമയത്ത് അവരാരും നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയോ ജോലി സ്ഥലമോ അതല്ലെങ്കിൽ അവരുടെ ബാക്കി സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല സംസാരിച്ചിരുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ കണ്ണിലുള്ള സ്നേഹം, നമ്മൾ അങ്ങോട്ടും സ്നേഹം തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് കുറച്ച് നാൾ മുമ്പേ അത് അങ്ങോട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഇപ്പം നമ്മൾ ആരോഗ്യമുള്ള ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരാളോട് ശത്രുത ഇല്ലാതെ സ്നേഹം കൊടുക്കുക. ഒരു പൈസ ചിലവില്ലാത്ത കാര്യമാണ്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. എല്ലാവരോടും അൺകണ്ടീഷണലായിട്ട് സ്നേഹം കൊടുക്കുക. അത് മാത്രമൊന്നും നിങ്ങൾ ചെയ്തു നോക്കിയേ, നമുക്ക് നല്ല വ്യത്യാസം വരും. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു പരിചയമില്ലാത്തൊരു മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ പതുക്കെ ചിരിക്കണതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിട്ടാ. നമ്മൾ വളരെ സന്തോഷമായിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പലയിടത്ത് ജോലി സ്ഥലത്തായിക്കോട്ടെ പുറത്തിറങ്ങുമ്പോഴായിക്കോട്ടെ നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മളോട് അയാൾ ചിരിക്കുന്നതായിട്ട് തോന്നും. ഇന്നതിന് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോ? അപ്പം സ്നേഹം കൊടുക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ സ്നേഹം കൊടുക്കുക. നിങ്ങൾക്ക് 3 ദേഷ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അതായത് ദേഷ്യമുള്ള ഒരാളുടെ ഫോട്ടോ എടുത്ത് ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ആളുകളാണ് നമുക്ക് ദേഷ്യം വരുന്നതും ഒരു ഇഷ്ടക്കുറവ് വരുന്നതും പിന്നീട് നമ്മളവിടെ കട്ട് ചെയ്തിട്ട് ആ ബന്ധം ഒന്നിങ്ങനെ മാറ്റി നിർത്തുന്നതും നമുക്ക് എന്ത് ചെയ്യുക, ഇത്തിരി ഇഷ്ടമില്ലാത്ത ആളുകളെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാജിക്കൽ റിലേഷൻഷിപ്പിൽ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു ഇഷ്ടക്കുറവ് തോന്നിയിട്ടുള്ള 3 വ്യക്തികളെ എടുക്കാം. ഒറ്റയടിക്ക് കുറേ ആളുകൾ എടുക്കേണ്ട, അത്രയൊന്നും നിങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് ആളുകളോടല്ലേ. എല്ലാവരോടും കാണുന്നവരോടൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കുന്നത്? നമുക്ക് അത്യാവശ്യം നമ്മൾ അബ്നോർമൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം വളരെ കുറച്ചുണ്ടാവുമെന്ന് വിചാരിക്കുക. അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരോട് അവരുടെ നല്ല കാര്യങ്ങൾ 10 ഗുണങ്ങൾ എഴുതാം. നമ്മളുടെ വീട്ടിൽ എക്സാമ്പിൾ പറയാം. ചിലപ്പോൾ അച്ഛൻ, അമ്മ, ചെറിയത് കിട്ടാം. നമുക്ക് ഭയങ്കര ദേഷ്യമൊന്നുമില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ റഫ് ആൻഡ് ടഫായിട്ടുള്ളൊരു അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന അമ്മയുടെ അടുത്തോ ഇഷ്ടപ്പെടാത്തൊരു ടീച്ചറെ അടുത്തോ അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ബോസിൻ്റെ അടുത്തോ, ബോസിനോടൊക്കെ ഒരു സ്നേഹക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ഒരു കമ്പനി ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയതും സാലറി ഉള്ളതും എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കാൻ പറ്റുന്നതും എൻ്റെ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നടന്നു പോകുന്നത് അങ്ങനെ ഒരു കമ്പനി ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇഷ്ടംപോലെ ആളെക്കുറിച്ചുള്ള നന്മകൾ എഴുതാനുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അതുകൂടാതെ അച്ഛന്, നമ്മളെ ഫാദറാണെങ്കിലും ഇത്തിരി കർക്കശക്കാരനാണെങ്കിൽ പോലും
അദ്ദേഹത്തിൻ്റെ നല്ലത് മാത്രം. അങ്ങനെ 3 പേര് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാരണത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു പിണക്കം. എന്നാൽ ആ ഫ്രണ്ടായിരുന്നപ്പോൾ ആ നിമിഷങ്ങൾ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ ചില സമയത്ത് കഴിഞ്ഞത്, അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറുത് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്, ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തന്നത്, എന്തെങ്കിലും നല്ല അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലും പല തരത്തിലായിരിക്കും പല ആളുകളും ഫേവർ ചെയ്ത് വരുന്നത്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ആരോടാണോ ഇത്തിരി നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത്, അയാളെക്കുറിച്ചുള്ളൊരു 10 കാര്യങ്ങൾ നിങ്ങളൊരു ബുക്കിലെടുത്ത് എഴുതാം. എന്നിട്ട് പതുക്കെ നോക്കാം. എന്നിട്ട് എന്തിനാണ് ആരോടും ഒരു വെറുപ്പും വേണ്ട, പരാതിയും വേണ്ട, പരിഭവം വേണ്ട, ഒന്നും വേണ്ട. അതിങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നറിയോ, നമ്മൾ പകരം വിട്ട ചിലരുണ്ട്. ഞാൻ എന്ത് തന്നെ ആയാലും പകരം ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കാണ് കുഴപ്പം? നമുക്ക് തന്നെയാണ് കുഴപ്പം. അതായത് നമ്മൾ പകരം വീട്ടാൻ തക്കം പാർത്ത് നിൽക്കണ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കനൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതിന് തുല്യമാണ്. കാരണം ഈ കനൽ ആളെ നമുക്ക് സാഹചര്യം കിട്ടുമ്പോൾ എറിയണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത്രയും നേരം ആരുടെ കയ്യിലാണ്? അത് നമ്മളുടെ കയ്യിലാണ്. ഇവരോട് പകരം വിട്ടാനുള്ള ഒരു ദേഷ്യവും പകയും ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് നമ്മളോടാണ് ഒരു ഇത് വരുന്നത്, നമ്മളോട് തന്നെ ദ്രോഹം ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടവരായിക്കോട്ടെ, ഞാൻ പറഞ്ഞ നമുക്ക് ദേഷ്യമുള്ളവരൊക്കെ നമ്മളായിട്ടൊരു ബന്ധം സ്ഥാപിച്ച വ്യക്തികളായിരിക്കും. ഇവർക്കൊക്കെ പിന്നീട് ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിക്കുക, ഒരു രോഗം വരുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ തകർന്നൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സാക്ഷിയുള്ള ആരെങ്കിലും അത് കണ്ട് സന്തോഷിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ മനസ്സ് അത്രയും കരിങ്കല്ലാക്കണമെന്നും മറ്റുള്ളവരുടെ എരിഞ്ഞടങ്ങണത് കാണാൻ ആഗ്രഹിക്കുന്നുള്ള വ്യക്തികളായിട്ട് പോകാൻ നമുക്ക് ആരെങ്കിലും ആഗ്രഹമുണ്ട്. നമുക്ക് നല്ല മനസ്സിൻ്റെയും നല്ല വ്യക്തികളായിട്ട് മുന്നോട്ട് പോകാനല്ലേ നമ്മൾ ഏത് ആളുകളെ ആഗ്രഹിക്കുന്നു, അതല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. അപ്പം ആരോടും പകയൊന്നും വേണ്ട, കനൽക്കട്ടൊന്നും ആരും കൊണ്ട് നടക്കണ്ട, മനസ്സിലായ? അപ്പം നമ്മളെന്ത് ചെയ്യുക, ഫ്രീ ആവുക. നമ്മളിങ്ങനെ കൊണ്ട് നടക്കും തോറും ആരെങ്കിലോടൊരു ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ട് നടക്കും തോറും നമുക്ക് പരാജയമാണ്. പകരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ലവായിട്ട് സ്നേഹിക്കുക. എല്ലാവരും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, 24 hours സ്നേഹിക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മതി, പ്രകടമാക്കപ്പെട്ട ഒരു രീതിയിൽ വേണ്ട. ആരോടും പക വേണ്ട, വിരോധം വേണ്ട, ഒരു അസൂയ വേണ്ട, ഒരാൾക്ക് നന്മ വരുന്നതിൽ ഒരു അസൂയ വേണ്ട, ഒന്നും വേണ്ട. ഇതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുമോ എല്ലാവരും? നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ ആരോടാണോ ഇത്തിരി നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് ആ വ്യക്തികളുടെ 3 വ്യക്തികളുടെ മൊബൈലിൽ ഫോട്ടോ ഒക്കെ ഉണ്ടായിരിക്കും. ഇനി ഇല്ലെങ്കിൽ തന്നെ അവരുടെ മനസ്സിൽ വിചാരിക്കുക, അവരുടെ രൂപം മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തിയെക്കുറിച്ച് 10 കാര്യങ്ങൾ നല്ലത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതാം. ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം, ഓക്കെ? എന്നിട്ട് എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്കത് അതുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മറിച്ച് എന്താണെന്നുള്ള വിശദീകരിച്ചിട്ടുള്ള ഒരു മെസ്സേജ് കമൻറ്റ് നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്താം. അതുകൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഓക്കെ? നമുക്കൊരു കൂട്ടായിട്ട് തന്നെ ഫാമിലിയായിട്ട് പോവാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വിഷയമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.